പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ റീറ്റെയിലിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ റീറ്റെയിലും ഉണ്ട്, കോൺട്രാക്ച്വലും ഉണ്ട്. റീറ്റെയിൽ എന്ന് പറയുന്നത് ഈ വാക്ക് ഇൻ കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു പാഴ്സൽ സർവീസ് ആണെങ്കിൽ, കോൺട്രാക്ച്വൽ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എത്തുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇ കൊമേഴ്സ് പോലുള്ള കോർപ്പറേറ്റ് അതൊക്കെ അങ്ങനെയൊക്കെ ആ ഒരു ഐഡിയ വെച്ചിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. PO റെഗുലേഷൻസ് 2024 വെച്ചിട്ട് ഈ പണ്ടത്തെ URP അറിയാലോ, അൺരജിസ്റ്റേർഡ് പാഴ്സൽസ്, പിന്നെ RP രജിസ്റ്റേർഡ് പാഴ്സൽസ്, ഇതെല്ലാം കൂടെ മെർജ്ഡ് ആയിട്ട് വൺ കാറ്റഗറിയാണ് ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ റീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകണം. ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ ഈസ് അവൈലബിൾ ഫോർ ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ബൾക്ക് കസ്റ്റമേഴ്സ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും ബൾക്കായിട്ടുള്ള കസ്റ്റമേഴ്സിനും ഈ ഒരു സർവീസ് അവൈലബിൾ ആണ്. ആൾ സച്ച് പാഴ്സൽസ് ആർ അക്കൗണ്ടബിൾ ഐറ്റംസ്. ഇതെല്ലാം അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പണ്ടത്തെ URP പോലത്തുള്ള അൺഅക്കൗണ്ടബിൾ ഐറ്റംസ് അല്ല, അക്കൗണ്ടബിൾ ഐറ്റംസ് ആയിട്ടാണ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ട്രാക്കബിൾ ആണ്. അടുത്ത ഇന്ത്യ പോസ്റ്റ് പാഴ്സലായി ട്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് 500 ഗ്രാമിന് മുകളിൽ, മോർ ദാൻ 500 gram to 35 kg ആയിരിക്കണം. അടുത്ത പോയിന്റ് പറയുന്നൊരു വേറെ കണ്ടീഷനാണ്, അതായത് കസ്റ്റമർ ഡിക്ലെയർ ചെയ്യുന്നൊരു കണ്ടീഷനാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ 500 ഗ്രാമിന് മുകളിൽ ആയിരിക്കണം. അപ്പോൾ 500 ഗ്രാമിന് താഴെ ആയിരിക്കുമ്പോഴും ഇത് പാഴ്സലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. എപ്പോഴാണ്? കസ്റ്റമർ ഡിക്ലെയർ ചെയ്യുകയാണ് ഒരു മെർച്ചൻഡൈസ് ആണ് ഐറ്റം എന്ന്. ആ ഒരു തരുന്ന ഐറ്റം മെർച്ചൻഡൈസ് ആണെന്ന് കസ്റ്റമർ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ 500 ഗ്രാമിൽ താഴെയാണെങ്കിലും അത് ഇന്ത്യ പോസ്റ്റ് പാഴ്സലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. മെർച്ചൻഡൈസ് എന്ന് പറയുന്നത് ഈ കൊമേഴ്സ്യൽ ഗുഡ്സ് സെയിൽ ചെയ്യാനുള്ള ഐറ്റംസിന്, അതിനെയൊക്കെയാണ് മെർച്ചൻഡൈസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഡയമെൻഷനാണ്. റോൾ ഫോമിലായിരിക്കുമ്പോഴത്തേക്ക് ഇനി സിംഗിൾ സൈഡ് മിനിമം 10 സെൻറ്റിമീറ്റർ, മാക്സിമം 80 സെൻറ്റിമീറ്റർ, ലെങ്ത് പ്ലസ് ട്വൈസ് ഡയമീറ്റർ മിനിമം 17 സെൻറ്റിമീറ്റർ, മാക്സിമം 100 സെൻറ്റിമീറ്റർ. അതർ ദാൻ റോൾ ഫോമിലായിരിക്കുമ്പോഴത്തേക്ക് മിനിമം 14 × 9 സെൻറ്റിമീറ്റർ, പിന്നെ ലെങ്ത് 1.5 മീറ്റർ 150 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ലെങ്ത് പ്ലസ് ഗർത്ത് 3 മീറ്റർ 300 സെൻറ്റിമീറ്റർ. അതായത് ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്ററിൽ കൂടരുത്, ലെങ്ത് പ്ലസ് ഗർത്ത് 3 മീറ്ററിൽ കൂടരുത്. അടുത്ത പറയുന്നത് പാഴ്സൽസ് മസ്റ്റ് ബി ഇൻസ്ക്രൈബ്ഡ് വിത്ത് ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ. ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ എന്ന് അതിനകത്ത് എഴുതിയിരിക്കണം. ഈച്ച് പാഴ്സൽസ് മസ്റ്റ് ബി പാക്ഡ് ഇൻ എ സേഫ് വേ, ഡസ് നോട്ട് ഹാം ആൻഡ് ഡാമേജ് ഓഫ് പോസ്റ്റൽ സ്റ്റാഫ് ആൻഡ് അതർ പോസ്റ്റൽ ഐറ്റംസ്. പാഴ്സലുകൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിരിക്കണം, സേഫായിട്ടുള്ള രീതിയിൽ. അത് മറ്റുള്ള ആർട്ടിക്കിളുകളെയോ പോസ്റ്റൽ സ്റ്റാഫുകളെയോ ഒന്നും ഹാം ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിരിക്കണം. പാഴ്സൽ ഷുഡ് ഫോളോ ദ സ്റ്റാൻഡേർഡ് പാക്കിംഗ് കണ്ടീഷൻസ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കിംഗ് കണ്ടീഷൻസ് അനുസരിച്ച് വേണം പാഴ്സലുകൾ അത് പാക്ക് ചെയ്യാനായിട്ട്. റീപേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് പറയുകയാണെങ്കിൽ പോസ്റ്റേജ് മസ്റ്റ് ബി ഫുള്ളി പ്രീപെയ്ഡ്. പോസ്റ്റേജൊക്കെ ഫുള്ളി പ്രീപെയ്ഡ് ആയിരിക്കണം. ഡിക്ലറേഷൻ റിക്വയർമെൻറ്റ്. ഈച്ച് പാഴ്സൽ മസ്റ്റ് ബി അക്കമ്പനിഡ് ബൈ എ കസ്റ്റമർ ഡിക്ലറേഷൻ ഫോം. ഓരോ പാഴ്സലിൻ്റെ കൂടെയും കസ്റ്റമർ ഡിക്ലറേഷൻ ഫോം അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കണം, അക്കമ്പനി ചെയ്യണം. കസ്റ്റമർ തരുന്ന ആ ഡിക്ലറേഷൻ ഫോം അക്കമ്പനി ചെയ്തിരിക്കണം ഓരോ പാഴ്സലിൻ്റെ കൂടെ. ഈ കസ്റ്റമർ ഡിക്ലറേഷൻ ഫോമിനകത്ത് സെൻറ്റർ ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിരിക്കും അതിനകത്തെ കണ്ടൻറ്റുകൾ, അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഒക്കെ. ട്രാൻസ്മിഷൻ മോഡ്. പാഴ്സൽസ് ആർ നോർമലി സെൻഡ് ബൈ സർഫസ് ട്രാൻസ്പോർട്ട്, റോഡ്, റെയിൽ, വാട്ടർ. ഈ സർഫസ് റൂട്ട് വഴിയാണ് നോർമലി പാഴ്സൽസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. വാല്യൂ ആഡഡ് സർവീസസുകൾ, അതിൻ്റേതായിട്ടുള്ള ഫീസ് മേടിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്ന സർവീസുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് അഡ്രസ്സിംഗ് സ്പെസിഫിക് ഡെലിവറി, COD, ഇൻഷുറൻസ്, പ്രൂഫ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ AD. അടുത്ത കുറച്ച് പോയിന്റുകൾ പറയുന്നത് ഓൺലി പ്രോപ്പർലി പാക്ഡ് പാഴ്സൽസ് വിൽ ബി അക്സെപ്റ്റഡ് ആൻഡ് ഫോർവേഡഡ്. കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള പാഴ്സലുകൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, എന്നിട്ടത് ഫോർവേഡ് ചെയ്യത്തുള്ളൂ. ഇഫ് എ പാഴ്സൽ ഈസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഇറ്റ് ഈസ് ഡീറ്റെയിൻഡ് അറ്റ് ദ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ്. ഇനി ഏതെങ്കിലും പാഴ്സലുകളിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണപ്പെടുകയാണെങ്കിൽ അത് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ അത് പിടിച്ചു വയ്ക്കപ്പെടും. പിന്നെ ആ പാഴ്സൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഡീൽ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.